എല്ലാ മച്ചാവർക്കും മിസ്റ്റർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷാർജ ഷേക്ക് റെസിപ്പി ആയിട്ടാണ്. സംഭവം സിമ്പിളാണ്, പക്ഷേ അടിപൊളി ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷാർജ ഷേക്കാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് കുടിക്കുന്ന സമയത്ത് ഐസ്ക്രീം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വേറെ കിടക്കും, അതായത് പാല് വേറെ കിടക്കും, തരി വേറെ കിടക്കും. അങ്ങനെയാണ് നമ്മുടെ ഒട്ടുമിക്ക കടകളിൽ കിട്ടുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒന്നുമല്ല, സാധനം സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഞാലിപ്പൂവും പഴമാണ്. അപ്പോൾ ഞാലിപ്പൂവും പഴം തന്നെ എടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൂടാനുള്ള കാരണം. ഒരു 6 ഞാലിപ്പൂവൻ പഴം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5ൻ്റെ പാക്കറ്റ് ഹോർലിക്സ്, 5ൻ്റെ പാക്കറ്റ് ബൂസ്റ്റ്, ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര. അതൊക്കെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പഴം അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അടുത്തായിട്ട് വേണ്ടത് പാൽ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ കട്ടിയാക്കി എടുത്ത പാലാണ്. അപ്പം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ, സാധാ പച്ചവെള്ളത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം എടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് അടിച്ചുടയ്ക്കാം. ഇപ്പോൾ വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉടഞ്ഞു വരും. നമുക്ക് കട്ട് ചെയ്യാം. പാല് നമുക്ക് നേരെ നമ്മുടെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നല്ല ക്രീമി ആയിട്ടുള്ള ഷാർജയാണ്, തിക്കായിട്ടുള്ള ഷാർജ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാം. മോനെ, നല്ല ക്രീമി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്രീമിയാണ്. ഞാൻ പിന്നെ അതിനകത്ത് കുറേ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ കേട്ടോ ഐസ്ക്രീമൊക്കെ വെച്ച് കഴിക്കാം. ഇത് സിമ്പിളായിട്ടുള്ള ഷാർജ ആയതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഒന്നും ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് എനിക്ക് ട്രൈ ചെയ്തോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റേ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.